മുസ്ലിം സമുദായത്തിനെ ഏറ്റവും കൂടുതൽ തകർത്ത ഒരു സാധനമാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ കിതാബ് തൗഹീദ്. അത് സുന്നി സമുദായത്തിൻ്റെ ഹൃദയത്തിൽ അതിനെ ഒത്താശ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഇനി ഇതിനു വലിയ അധപ്പതനം എന്താണ്? അതിനേക്കാൾ അപകടകരമാണ് ഈ വ്യക്തിയുടെ മുഴുവനും ഗ്രന്ഥങ്ങളും. അദ്ദേഹത്തിൻ്റെ തെൻവീറുൽ ഐനൈനി എന്ന കിതാബ് ഇവിടെ ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട്, 4 വള്യങ്ങൾ. അത് വഹാബിസത്തിൻ്റെ ഞങ്ങളുടെ കുത്തി നിറച്ചിരിക്കയിൽ തന്നെ വഹാബിസാണ്. ഈ വ്യക്തിയാണ് ജാമ്യയിൽ ക്ലാസ് എടുക്കുന്നത്. ഈ വ്യക്തിയുടെ ശിഷ്യൻ ആ വ്യക്തിയെ പിന്താങ്ങുന്ന ആൾ, ആ വ്യക്തിയെ സ്വന്തം ഷെയ്ഖായി കണക്കാക്കുന്ന ആൾ. എന്നെ ആക്ഷേപിച്ചതിൽ എനിക്ക് വേദനയില്ല, എൻ്റെ ഫദ്ഫലിയെ ആക്ഷേപിക്കുന്നത് എനിക്ക് വിഷമമാണെന്ന് പറയുന്ന ഒരു വ്യക്തി. ഞാൻ അവരോടൊന്നും എനിക്ക് വിരോധമല്ല, ഞാനത് പറയുന്നുമില്ല, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് ഇവർ നേരം എതിരായി മനസ്സിലാക്കണം? ഇതിന് വലിയ അധപ്പതനം എന്താണ്? മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ കിതാബ് തൗഹീദ് നെ കവിതയാക്കിയൊരു മനുഷ്യൻ ജാമ്യയിൽ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഇത് രാവും പകലും ഒന്നിച്ചു എന്നാ. നട്ടപ്പാതിരക്ക് സൂര്യൻ ഒന്നിച്ചു എന്ന് പറയുമ്പോഴത്തെ സംഭവമാണ്. എന്നിട്ട് ഇവിടെ സുന്നികൾ പല സമ്മേളനങ്ങളും നടത്തി. മിനിഞ്ഞാന്ന് കോഴിക്കോട് സമ്മേളനം നടന്നു, ഒരു വാക്ക് പോലും അതിനെപ്പറ്റി മിണ്ടിയില്ല. മഞ്ചേരി സമ്മേളനം നടന്നു, അതിനെപ്പറ്റി മിണ്ടിയാൽ പോരല്ലോ, പറഞ്ഞാൽ പോലെ ഇതിന് തീരുമാനം ഉണ്ടാക്കണം. ഇത് നിസ്സാരപ്പെട്ട കാര്യമാണോ? ഇത് അധപ്പതനാണ്. ഇത് തിരിച്ച് എന്തുകൊണ്ട് അന്തം എന്ന് പറഞ്ഞതില്ല? എന്തിനു മിണ്ടുന്നു? അപ്പോഴും വേറൊരു വ്യക്തി പ്രസംഗിച്ച പ്രസംഗത്തിൽ വന്നത് കേടോ പാകതയോ അപാകതയോ ഇവിടെ ചർച്ച. അതല്ലല്ലോ വിഷയം. അത് വിഷയാക്കണമെന്നോ വിഷയാക്കണ്ടെന്നോ ഞാൻ പറയണത്. ഞാനിതൊക്കെ പറയുമ്പോൾ എനിക്ക് ഈ തങ്ങന്മാരോടൊക്കെ വലിയ സ്നേഹവും ബഹുമാനമാണ്. പക്ഷെ തമോധപ്പതിക്കാണ്. ഇനി 25 കൊല്ലം കഴിഞ്ഞിട്ട് വരുന്ന ജനത നിങ്ങളെ കുറ്റപ്പെടുത്തും. ഖബറിൽ മര്യാദയ്ക്ക് കിടക്കാൻ കഴിയില്ല. ഞാൻ പറയുന്നില്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനു വെറുതെ പറയണ? വെറുതെ ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? എനിക്ക് ഭിന്നത ഉണ്ടാക്കേണ്ട ഒരു ലക്ഷ്യവും ഇല്ല. ഭിന്നത ഉണ്ടാക്കേണ്ടത് എന്തിനാ? ഒരു സമൂഹത്തിൽ നിന്ന് ഒരു ജനതയെ അടർത്തി മാറ്റുന്ന സംഘടന ഉണ്ടാക്കാനല്ലേ. ഞാൻ സംഘടന ഉണ്ടാക്കണില്ലല്ലോ. എന്നെ സമസ്ത കേരളമേ പുറത്താക്കിയ കാലത്ത് പോലും ഞാൻ വേറെ സംഘടനയ്ക്ക് പോയിട്ടുമില്ലേ. എൻ്റെ പുരയിൽ പലരും കയറി ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല. ഇതൊന്നും മനസ്സിലാക്കുമ്പോൾ ആരും തയ്യാറില്ല. ഞാൻ വേറെ സംഘടനയ്ക്ക് പുറത്താക്കിയപ്പോഴത്തേന് മറ്റേ സംഘടനയിൽ പോയ പലരും ഇല്ലേ നമ്മുടെ നാട്ടിൽ? ഞാൻ പോയിട്ടില്ലല്ലോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ലീഗിൻ്റെ മെമ്പർഷിപ്പ് എല്ലാം എടുത്തിട്ടില്ല, സമസ്തയല്ലാത്ത ഈ 2 സംഘടനയിലല്ലാതെ ഇല്ല. അതിൻ്റേതല്ലാത്തൊരാളാകാൻ തയ്യാറുമില്ല. അതാണ് ഞാനിപ്പോൾ അള്ളാഹിന് മുന്നിൽ പറയാം. ഞാൻ നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പാണ്. ഞാൻ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തു. എന്തുകൊണ്ട്? പ്രിയങ്ക ഗാന്ധി വോട്ട് ചെയ്യാനാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. അദ്ദേഹം എൻ്റെ നേതാവാണ്. അതിനാണ് ലീഗ് പറഞ്ഞ്. ഞാൻ കോൺഗ്രസ്സുകാരനല്ലല്ലോ. ഞാൻ കോൺഗ്രസ്സുകാരനല്ല, ഞാൻ ലീഗുകാരനാണ്. ഞാൻ എൻ്റെ വീട്ടിലുള്ള മക്കൾ മുഴുവനും, എൻ്റെ വീട്ടിലുള്ളവർ മുഴുവനും സുഖമില്ലാതെ ജില്ലാശുപത്രി കിടക്കുന്ന ഒരു മോളുണ്ട്, അവരെ വോട്ട് പോയി. എന്നല്ല ബാക്കിയുള്ള മക്കളും എല്ലാം വോട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കാ വോട്ട് ചെയ്യേണ്ടത്? തലേന്ന് രാത്രി ആർക്കാ വോട്ട്? പ്രിയങ്ക ഗാന്ധിക്ക്. എൻ്റെ ലീഗ് അതാണ് നമ്മളോട് പറഞ്ഞത്. ലീഗ് അങ്ങനെ പറഞ്ഞു. ഞാൻ എന്തിനാ ഭാര്യൻ്റെ കാര്യം പറയേണ്ട, ഒരു നമുക്കെന്നെ വോട്ട് ചെയ്യാം. അതേസമയത്ത് കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ വിദ്യാഭ്യാസമുള്ളവരും അവർ മറ്റു പല ബന്ധങ്ങളുള്ളവരുമാണ്. അപ്പോൾ കുട്ടികളൊക്കെ വോട്ട് ചെയ്യുന്നവരോട് തന്നെ ഞാൻ എന്ത് പറഞ്ഞു? പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്യണം. എൻ്റെ ലീഗ് അതാണ് പറഞ്ഞത്. നമ്മുടെ നേതാവ് സാദിഖ് അലി തങ്ങളാണ്, അദ്ദേഹം അങ്ങനെ പറഞ്ഞു, ലീഗ് അങ്ങനെ പറഞ്ഞു. ഞാൻ എൻ്റെ ജീവിതത്തിൽ വേറെ പാർട്ടി പോയിട്ടില്ല, പോകുകയില്ല. എൻ്റെ പാർട്ടി ലീഗാണ്. സമസ്തനെ പുറത്താക്കിയപ്പോൾ പോലും വേറൊരു സംഘടനയ്ക്ക് പോയിട്ടില്ല. ഇപ്പോൾ കൊല്ലങ്ങളായി സമസ്തയുടെ പരിപാടിക്ക് എന്നെ വിളിക്കാറില്ല. എനിക്ക് വിഷയമല്ല, ആവശ്യമില്ല, പ്രശ്നമില്ല. എന്നാലും ഞാൻ സമസ്തക്കാരൻ തന്നെയാണ്. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ട് ഇത് പറയുന്ന വ്യക്തി സമൂഹം നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് കണ്ടിട്ടാണ് പറയണത്. ഇനി ഇതിലും വലിയൊരു അപകടം എന്താണ്? എല്ലാം എന്താണ്? കിതാബ് തൗഹീദിനെ കവിതയാക്കിയാൽ ജാമ്യാനൂരിൽ പഠിപ്പിക്കുന്നു. അതിനെ പിന്താങ്ങുന്ന ഒരാൾ ജാമ്യാനൂരിലെ മുഴുവനും വിദ്യാഭ്യാസ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രൊഫസറായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ള പണി മുഴുവനും എടുത്തുവെച്ചിട്ട് അതിന് തീരുമാനം ഉണ്ടാക്കല്ലേ സമസ്തയും ഉത്തരവാദിത്തപ്പെട്ടവരും ചെയ്യേണ്ടത്. ഞാനവരെ ഉപദേശിക്കല്ല, ഞാനവരെ ഒന്നുമല്ല, ഞാനവരെ ഉപദേശിക്കാൻ ആളല്ല, ഒരിക്കലും അല്ല. പക്ഷെ ഒരു സാധുവായ മനുഷ്യന് കാര്യം മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കണ്ടേ? അത് അള്ളാഹു എനിക്കെന്ന തൗഫീഖാണ്. പിന്നീട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇവിടെ പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? ഇത് വളരെ വലിയ തെറ്റാണ്.
അദ്ദേഹത്തിന് ഇപ്പോഴാണ് ഈ കാര്യം മനസ്സിലായത്. എന്തുകൊണ്ട്? ഞാനാണ് പുറത്തു പറഞ്ഞത്. മൗലാന നജീബ് മൗലവി ആ വിഷയത്തിൽ സംസാരിച്ചു. ഇത് വളരെ അപകടകരമായ കാര്യമാണ്. ഇപ്പോഴാണ് ഈ കാര്യം മനസ്സിലായത്. ഞാനാണ് പുറത്തു പറഞ്ഞത്. ഇത് വളരെ അപകടകരമായ സംഗതിയാണ്. വീണ്ടും പലരും പറഞ്ഞു ഇത് അപകടം എന്നുള്ള ഇതിനേക്കാളും അപകടമില്ല. എന്നിട്ട് മിനിഞ്ഞാന്ന് കോഴിക്കോട് സുന്നികളുടെ സമ്മേളനം നടന്നു. ഒരു വാക്കൊരാൾ മിണ്ടിയില്ല. മിണ്ടലും അല്ലല്ലോ വിഷയം പരിഹാരം ഉണ്ടാക്കലല്ലേ. അനാവശ്യമായ മദ്ഹുകൾ, ദീനിന് നിരക്കാത്ത ചില പ്രശംസകൾ, അതിനതൊക്കെ എന്തർത്ഥാണുള്ളത്? എനിക്ക് സയ്യിദന്മാരോടല്ലേ, എനിക്കൊരു കുഴപ്പത്തിന് ഞാൻ ആഗ്രഹിക്കണില്ല. പക്ഷെ ജഹ്ല് കേട്ട് നിൽക്കാൻ കഴിയില്ല. ചെവി പൊത്തി പിടിച്ചിരിക്കുകയാണ് ഞാൻ. ഒരു കേരളത്തിലെ ഏതെങ്കിലും ഒരു സയ്യിദ് കുടുംബത്തിനെ മറ്റൊരു സയ്യിദ് കുടുംബത്തിനേക്കാൾ അവരാണ് പ്രധാനപ്പെട്ടവരെന്ന് പറയുന്നത് ജഹ്ലാണ്. തനി ജഹ്ലും ദീനില്ലായ്മയാണ്. ദീനുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല. ഇന്നാലിന്ന സയ്യിദ് കുടുംബം മറ്റു സയ്യിദ് കുടുംബങ്ങളെക്കാൾ പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നത് ജഹ്ലാണ്, തനി ജഹ്ലാണ്. ഒരു വ്യക്തിയെ പറയാം, ഇന്നാലിന്ന വ്യക്തി ഏറ്റവും മാനായിരുന്നു, അങ്ങനെ പറയാം. എന്തുകൊണ്ട്? അത് ആ വ്യക്തിയുടെ സിദ്ധിയും കഷ്ടപ്പാടും അധ്വാനവും അള്ളാഹു കൊടുത്ത തൗഫീഖുമാണ്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വലിയ മഹാനാണ്. കേരളം മുഴുവൻ ഞാൻ പ്രസംഗിച്ചില്ലേ, നല്ല മഹാനാണ്. പൂക്കോയ തങ്ങൾക്ക് ഔലിയപ്പാപ്പ് അള്ളാഹിൻ്റെ വലിയാണെന്ന് പറയാത്ത ഒരു പ്രസംഗവും ഞാൻ പൂക്കോയ തങ്ങളെ പറ്റി അർത്ഥിച്ചില്ല. അത് ആ വ്യക്തിയാധിഷ്ഠിതമാണ്. അതേ സമയത്ത് അഹ്ലുൽ ബൈത്ത് മുഴുവൻ ഒന്നുപോലെയാണ്. അഹ്ലുൽ ബൈത്തിനെ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമാക്കുന്ന ഒരു ദീനിയായ പ്രമാണം എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ വന്നാൽ വലിയ അപകടം പിന്നീടുണ്ടാവും. ഇപ്പം സ്റ്റേജുമൊക്കെ കയറിയവർ മുഴുവനും മറ്റുള്ള അഹ്ലുൽ ബൈത്തിനെ നിസ്സാരപ്പെടുത്തുന്ന രൂപത്തിൽ സംസാരിക്കുകയാണ്. അത് വലിയ അപകടം ക്ഷണിച്ചു വരും. അതേസമയത്ത് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ നേതാവാണ്. അദ്ദേഹം സുന്നി വൽ സംഘ സംസ്ഥാന പ്രസിഡന്റാണ്, നമ്മുടെ നേതാവാണ്. ഇതിൻ്റെ പ്രശ്നമുള്ളത് നല്ല നേതാവ് തന്നെയാണ്, അത് സത്യം തന്നെയാണ്. പക്ഷെ കുടുംബം എന്ന നിലയിൽ എല്ലാ അഹ്ലുൽ ബൈത്തും ഒരുപോലെയാണ്. അങ്ങനെ അല്ലാതെ വന്നത് അത് ജഹ്ല് വരും. അങ്ങനെ ജഹ്ല് വന്നാൽ പിൽക്കാലഘട്ടത്തിൽ ഈ കുടുംബത്തിൽ ഏതെങ്കിലും ഒരാൾ ദീനില്ലാത്തവരോ ദീനിനെതിരായി പ്രവർത്തിക്കുന്നവരോ ഉണ്ടായാലും ജനം അവരെ പിന്തുടരും, ജനം നശിക്കും. ഇത് പറഞ്ഞിട്ട് മനസ്സിലാവണില്ല. ആരാത് പറയുന്നത്? സ്റ്റേജ് കയറി വിളിച്ച് പറയാ വലിയ 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 കൂന്തുണ്ണികൾ. എന്താണ് ഇവരെ വിചാരം? ഇത് പറയുമ്പോൾ ഞാൻ ഈ തങ്ങന്മാർക്ക് എതിരാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഞാൻ എങ്ങനെ എതിരാണ്? എൻ്റെ കയ്യിൽ പ്രശ്നം എന്താണ്? പ്രമാണമില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് ജിഫ്രി കബീല, ഷിഹാബി കബീല, സഖാഫ് കബീല, ഹാദി കബീല, എന്താ പറയുക, റിഫായി കബീല, അതേപോലെ തന്നെ എന്താ പറയുക ബുഖാരി കബീല, ഇതൊക്കെ കേരളത്തിലെ കബീലകളാണ്. ഈ കബീലകളെല്ലാം അഹ്ഫാദുൻ നബിയിൽ മുസ്തഫ നബിയുടെ പേരക്കുട്ടികളാണ്. അവർക്കിടയിൽ എന്തെങ്കിലും ഒരു ഫർക്കുള്ളതായി എനിക്കറിവില്ല, എനിക്ക് വിവരമില്ല. ഞാൻ പ്രസംഗിച്ച ആളോട് തന്നെ പിറ്റേന്ന് നേരം വിളിക്കുമ്പോൾ ഞാൻ ഫോണിൽ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ പറഞ്ഞത്? എനിക്കത് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് പ്രമാണമുണ്ടോ? പ്രമാണമില്ല. അങ്ങനെ വന്നല്ല പ്രശ്നം. ഇന്നാലിന്ന സയ്യിദ്, നേതാവായ സയ്യിദിനെ അനുസരിക്കണമെന്ന് പറഞ്ഞ നന്മയാണ്. എന്തുകൊണ്ട്? അദ്ദേഹം നേതാവാണ്. പക്ഷെ ഇന്നാലിന്ന കബീല പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നത് ജഹ്ലാണ്. ഇന്നാലിന്ന നാട്ടിൽ താമസിക്കുന്ന തങ്ങന്മാരാണ് ഏറ്റവും പ്രധാനപ്പെട്ടവർ എന്ന് പറയുന്നത് 100% ദീനില്ലായ്മയാണ്. തെറ്റാണത്. അത് മോശപ്പെട്ട കീഴ്വഴക്കുണ്ടാക്കും, തകർന്നു പോകുന്ന സമുദായം. ഈ കുടുംബത്തിലൊക്കെ ഇനി മോശപ്പെട്ടവരുണ്ടാവില്ല എന്ന് ആര് കണ്ടു? അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഉണ്ടായാലോ? അപ്പം ജനം എന്താ പറയാ? ഇവർ പ്രധാനപ്പെട്ടവരല്ലേ. പിന്നെ വിവരമില്ലായ്മ പറയുമ്പോൾ ആ വിവരമില്ലായ്മ ഈ പേര് കൊണ്ട് ജനങ്ങൾ സ്വീകരിക്കും. അവർ ചെയ്യുന്നതെല്ലാം ദീനായി ജനങ്ങൾ മനസ്സിലാക്കും. ഇതൊക്കെ അധപ്പതനത്തിന്റെ കാലത്ത് അങ്ങനെ സംഭവിക്കുക. മലബാറിലെ മുസ്ലിമീങ്ങൾ അധപ്പതിക്കുകയാണ്. സമസ്ത ഉണ്ടായാലും സംസ്ഥാനം ഉണ്ടായാലും ലീഗ് ഉണ്ടായാലും കോൺഗ്രസ് ഉണ്ടായാലും മലബാറിലെ മുസ്ലിമീങ്ങൾ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്, ദീനിയായി അധപ്പതിക്കുകയാണ്. ഇതൊരു വേദന പറയാണ്, ഇതൊരു ദേഷ്യം പറയല്ല. നിങ്ങൾ എന്താണ് മനസ്സിലാക്കാത്തത്? നമ്മൾ ജിഫ്രി തങ്ങളെ നമ്മൾ ബഹുമാനിക്കുന്നത് അദ്ദേഹം ജിഫ്രി ആയതുകൊണ്ടല്ല. ജിഫ്രി എന്ന നിലക്ക് അദ്ദേഹം എല്ലാ സയ്യിദും ഒരുപോലെയാണ്. ജിഫ്രി തങ്ങളെ ബഹുമാനിക്കേണ്ടി വരുന്നത് 2 നിലക്കാണ്. ഒന്ന്, അദ്ദേഹം ആലിമാണ്. 2, അദ്ദേഹം സമസ്തയുടെ പ്രസിഡന്റാണ്. അപ്പം നേതാവുമാണ്, ആര്യവുമാണ്. നേതാവ് അനുസരിക്കണോ? അതിലിപ്പോൾ എന്താ വിഷയമുള്ളത്?
ഞാൻ പറഞ്ഞില്ലേ, ഇതിനൊക്കെ എതിരാകാൻ എനിക്ക് പറ്റൂല. ഞാൻ സമസ്തക്കും ലീഗിനും എതിരായി വേറൊരു പാർട്ടി പോയി ചേർന്നാൽ എൻ്റെ ബാപ്പാൻ്റെ ഖബർ സിയാർത്ത് ചെയ്യാൻ പറ്റൂല. ബാപ്പ ഖബറിന് എണീറ്റ് തല്ലും, എന്നെ ശപിക്കും. എൻ്റെ ബാപ്പ അധ്വാനിച്ചുണ്ടാക്കിയത് എൻ്റെ നാട്ടിലെ ലീഗും സമസ്തയും. നിങ്ങൾക്കൊക്കെ അറിയാലോ, എൻ്റെ ബാപ്പയിൽ ഫനായ ആളാണ്. ഞാൻ ലയിച്ചതാ. ഉപ്പ് വെള്ളത്തിൽ ഉരുകുമ്പോലെ ഞാൻ എൻ്റെ ബാപ്പയിൽ ഉരുകിപ്പോയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാലോ. ഏത് തിരക്കാണെങ്കിലും ബാപ്പാക്ക് കൊണ്ട് വരക്കണേ, അമ്മാക്ക് കൊണ്ട് വരക്കണേ എന്ന് പറയാതെ ഒരു പരിപാടി, ആയിരക്കണക്കായ പരിപാടി അവസാനിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ പറയുന്നുണ്ടോ? ഇല്ല. ഏത് ചെറിയ മജ്‌ലിസാണെങ്കിലും അവസാനം ഞാൻ തങ്ങൾ പറയുന്നത് ബാപ്പാക്ക് മക്കൊണ്ട് വരക്കണം കേട്ടോ. ഈ ബാപ്പ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ ബഹുമാനപ്പെട്ട സമസ്തയും ലീഗും എൻ്റെ നാട്ടിൽ കിഴക്കൻ ഏറനാടിലുണ്ടായ ഏറ്റവും കഷ്ടപ്പെട്ട ഒരാളിൻ്റെ ബാപ്പയാണ്. എൻ്റെ ബാപ്പ ലീഗും സമസ്തയുമായ കാലത്ത് എൻ്റെ നാട്ടിൽ വേറെ ആളില്ല. പിന്നെ ബാപ്പയാൽ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്, ബാപ്പയാൽ ഉണ്ടാക്കി വന്നതാണ് ബാക്കിയെല്ലാം. അപ്പം ഇതിനെതിരായി എനിക്ക് വേറെ സംഘടനയ്ക്ക് പോകാൻ പറ്റൂല. പിന്നെ ബാപ്പാന് മുന്നിൽ പോയി നിൽക്കാൻ പറ്റൂല. ഞാൻ ചെയ്യൂല. നിങ്ങൾ എന്തായാലും ചെയ്യൂല. ഞാൻ സമസ്തക്കെതിരോ ലീഗിനെതിരോ ആയൊരു സംഘടനയിൽ പോകൂല, ഒരിക്കലും പോകില്ല. പിന്നെ ചില ആരോഗ്യകരമായ വിമർശനങ്ങൾ നടത്തും. എന്തുകൊണ്ട്? സമൂഹം തകർന്നു പോകുമ്പോൾ പറയേണ്ടത് നമ്മൾ കണ്ണുകൊണ്ട് പറഞ്ഞാൽ അത് സ്വീകരിക്കണം. അല്ലെങ്കിൽ ഇത് ഇവൻ ശത്രുത പറയല്ല, ഇവനും നമ്മളൊരാളാണെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എമ്പാടുണ്ടല്ലോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സംഘടനക്ക് പോയിട്ടുണ്ടോ? ഞാൻ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് പോയിട്ടുണ്ടോ? ഞങ്ങൾ വിളിച്ചിട്ടില്ലെങ്കിൽ പുറത്തേക്കും, വിളിച്ചാകത്ത് കരിക്കും, വിളിച്ച ദേഷ്യമുണ്ടോ? ഇല്ല. വിളിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമുണ്ടോ? ഇല്ല, ഒന്നുമില്ല. അല്ലാഹു റബ്ബാന സുബ്ഹാനഹു വ തആല രാജകുമാരനായിട്ടാണ് എന്നെ ജീവിപ്പിക്കണത്. എനിക്കെന്ത് പ്രശ്നമുള്ളത്? നിങ്ങൾക്കൊക്കെ അറിയാലോ. എന്നെ ഒന്നൊരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ലാത്ത ആളാണ് ഞാൻ. അള്ളാഹിൻ്റെ സഹായത്താൽ, റബ്ബിൻ്റെ തൗഫീഖാണ്. പിന്നെ ഈ പറയുന്നതിനെ നിങ്ങൾ ഗൗരവമായി മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞെന്ന് ബന്ധം ഒരു വ്യക്തി ഉറങ്ങിയതോ ഒരു സമൂഹം തകർന്നതോ മനസ്സിലാക്കാൻ കഴിയില്ല. പിന്നെ ഒരു ആഫ്റ്റർ 25 years ഒരു ജനറേഷൻ കഴിയണം, അപ്പോൾ പറയും വെട്ടിത്തരം. 1950-ൻ്റെയും 2000-ൻ്റെ ഇടയിൽ മുസ്ലിം സമുദായത്തിൽ വന്ന അബദ്ധങ്ങൾ നിങ്ങളെ ഒരു സാധാരണ ആൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിയും. സാധാരണ ആലോചിച്ച അത് വേണ്ടിയില്ലായിരുന്നു, അങ്ങോട്ടാണ് നമ്മൾ ഇങ്ങനെ ആയത്. പീടി കുത്തിരിക്കുമ്പോൾ പറയും മനസ്സിലായില്ല. ഒരു 25 കൊല്ലം കഴിഞ്ഞാൽ, അതായത് ഈ 25 കൊല്ലത്തിനിടയിൽ ഒരു സമൂഹത്തിന് അധപ്പതനം നടക്കുന്ന സന്ദർഭത്തിൽ വരുന്ന കാര്യം ജീനിയസ് മനസ്സിലാക്കും, സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പിന്നെ 25 കൊല്ലം കഴിഞ്ഞാൽ ആരും പറയും, പീടിയ കൊല്ലം പറയും അന്നത് വേണ്ടിയില്ലായിരുന്നു, അന്നാ ഈ എംഎസിനൊപ്പം പോയതാണ് നമുക്ക് പറ്റിയ പ്രശ്നം. ഒരു ഉദാഹരണം പറയാം. അന്നാ മന്ത്രിപ്പണി രാജിവെക്കേണ്ടിയില്ലായിരുന്നു, അന്നാ മന്ത്രിസ്ഥാനം സ്വീകരിക്കേണ്ടിയില്ലായിരുന്നു എന്ന് സാധാരണ പത്രവാർത്ത അറിയുന്നവന് വരെ ആ കാലം കഴിഞ്ഞാൽ പറയാൻ കഴിയും. പക്ഷെ അന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനീ പറയും, നിങ്ങൾ മനസ്സിലാക്കണം, ഇത് വളരെ ദുരന്താണ്. നരകത്തുനിന്ന് രക്ഷപ്പെടാൻ നീ തന്നെ ശ്രമിക്കണം എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വന്തം മകളോട് പറഞ്ഞു. നരകത്തുനിന്ന് രക്ഷപ്പെടാൻ നീ നിന്റെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ എന്ന് മുസ്തഫ നബി പറയണമെങ്കിൽ മനസ്സിലായില്ല. നരകത്തുനിന്ന് രക്ഷപ്പെടാനുള്ള മാനദണ്ഡം എന്താണ്? ദീന്. അപ്പൊ ദീന് പരിഗണിക്കണം കേട്ടോ എന്നാണല്ലോ അവിടെ വിഷയം. അപ്പൊ എന്തിനേക്കാളും വലിയത് എന്താണ്? ദീനാണ്. മൂല്യരെക്കാൾ വലിയ ദീനാണ്, തങ്ങളെക്കാൾ വലിയ ദീനാണ്. അതിന് നിയമങ്ങളുണ്ട്, അത് പേക്കില്ല, അത് കൃത്യമാണ് നിയമങ്ങൾ. നിയമങ്ങൾ കൃത്യമല്ലേ, പിന്നെ അതിനനുസരിച്ചാണ് പോയാൽ മതിയല്ലോ. മറ്റത് നിയമങ്ങളെ നമ്മൾ പരിഗണിക്കുന്നേ ഇല്ല. അതേ സമയത്ത് എന്നാലിന്നെ പിന്നെ എന്താ പറയുക, പൊന്നാനിക്കാർ വലിയ കൂട്ടരാണ്, എന്നാലിന്നെ എന്താ പറയുക വടകരക്കാർ വലിയ കൂട്ടരാണ് എന്ന് പറഞ്ഞാൽ വടകരക്കാരെ കാവ്യന്മാർ പറഞ്ഞൊക്കെ ജനങ്ങൾ സ്വീകരിക്കും, പൊന്നാനിക്കാർ അങ്ങനെ അതും സ്വീകരിക്കും. അങ്ങനെ ആയിപ്പോവും. ദീൻ അവിടെ പരിഗണിക്കൂല. ഈ കൂട്ടത്തിൽ തന്നെ ദീനിനെ പരിഗണിക്കാത്തവരും വന്നാൽ അത് ഓലല്ലേ ചെയ്യണ്, ഓലെങ്ങനെ തോന്നിയാസം ചെയ്യോ എന്ന് സാധാരണക്കാർ പറയും. ഓല വാപ്പ വലിയപ്പ ആണ്, ഓല വാപ്പ വലിയപ്പ ഓലാരാ? ഒരാളെ ബാപ്പ വലിയായതുകൊണ്ട് അയാളെ വലിയാവൂലല്ലോ. വലിയായ ബാപ്പക്ക് അമുസ്ലിമായ മകൻ ഉണ്ടാവാലോ. ബാപ്പ വലിയായി എന്നത് മകൻ സ്വീകരിക്കപ്പെടണം എന്നതിനുള്ള ന്യായീകരണം അല്ല.
മകൻ ഒന്നാണോ? ദീൻ ഓരോരുത്തരും ഉണ്ടാക്കണം. കബീല ഒക്കെ കണക്ക് തന്നെയാണ്. എന്നാൽ ഈ അഹ്ലു ബൈത്തിന് വലിയ വില കൊടുക്കണം. ആ വില ഒരു അഹ്ലു ബൈത്ത് മറ്റൊരു അഹ്ലു ബൈത്തിനേക്കാൾ വ്യത്യസ്തൻ അല്ല. പിന്നെ അതൊക്കെ പറയുന്നതിൻ്റെ പിന്നിലല്ല. ഇപ്പം ഇതെല്ലാവരും സ്റ്റേജ് കയറി പറയാം. എന്തായാലും പിന്നിൽ ലാഭം, ദുന്യാവിൻ്റെ ലാഭം ആഗ്രഹിക്കുന്ന താടിവാലന്മാരല്ലാതെ ഈ നോണ കേരളത്തിൽ ഇപ്പോൾ പറയുന്നില്ല. തനി താടിവാലന്മാർ, ദുന്യാവ് ആഗ്രഹിക്കുന്ന താടിവാലന്മാരല്ലാതെ ഈ നോണ പറയുന്നില്ല. അഹ്ലു ബൈത്തൊക്കെ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയല്ലേ? ഓട്ടോറിക്ഷ ഓടിച്ച് വരുന്ന, പിക്കപ്പ് ഓടിച്ച് വരുന്ന അഹ്ലു ബൈത്തിനെ എനിക്കറിയാം. ഇവിടെ വരാറുണ്ട്, ഞാൻ അവരെ കയ്യുമുത്താറുണ്ട്. ഇവിടെ ദാറുൽ ഖുർആനിലേക്ക് പിക്കപ്പ് ഓടിച്ച് വരുന്ന പിക്കപ്പ് ഡ്രൈവറായ അഹ്ലു ബൈത്തുണ്ട്. മനസ്സിലായില്ല? ഞാൻ അവരെ ബഹുമാനിക്കാറുണ്ട്, അവരെ കൈ പിടിച്ച് മുത്താറുണ്ട്. ഒരു സ്റ്റെയറിങ് പിടിച്ച് നടക്കുന്നവരാണ്, പക്ഷെ അവർ ആരാണ്? അഹ്ലു ബൈത്താണ്. അഹ്ലു ബൈത്ത് എന്ന നിലയിൽ എല്ലാവരും ഒരുപോലെയാണ്. എന്നാൽ ചില അഹ്ലു ബൈത്തിന് പ്രാധാന്യം, ആ വ്യക്തി ആലിമാണ്, അല്ലെങ്കിൽ ആ വ്യക്തി നേതാവാണ്. ആലിമല്ല, നേതാവാണ്, മതി. അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും. നിങ്ങളെ നേതാക്കൾക്ക് നിങ്ങൾ വഴിപ്പെടണം. നേതാക്കന്മാരായ മതിയല്ലോ. ആലിമൊന്നും അല്ല, നേതാവാണ്, മതി. നേതാവ് വഴിപ്പെടണല്ലോ. ദുനിയാവ് മാത്രമാണ്. ഇത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട മൂല്യന്മാർ തന്നെ ഈ ജഹല് വിളമ്പാന്ന് പറഞ്ഞതിന് എന്ത് മാനയുള്ളത്? അങ്ങനെ വരുമ്പോൾ ചില വ്യക്തികൾക്കോ, ചില നാട്ടിലെ തങ്ങന്മാർക്കോ, ചില കബീലയിലെ തങ്ങന്മാർക്കോ, ആ കബീലക്കാർക്കോ, ആ നാട്ടിൽ ജനിച്ച തങ്ങന്മാർക്കോ നമ്മളൊരു പ്രാധാന്യം പ്രത്യേകിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ വരുന്ന ജഹലുകളെ ഇൽമായും ദീനായും സാധുക്കളായ ജനങ്ങൾ മനസ്സിലാക്കും. അത് ദുരന്തമാണ്. എന്നാൽ ഇത് ഈ സ്റ്റേജ് കയറി വിളിച്ചു വരുന്ന ഈ താടിവാലന്മാർ, സമസ്തയുടെ സ്റ്റേജ് കെട്ടിയിട്ടാണ് വിളിച്ചു പറയുന്നത്. സമസ്തയുടെ പേര് സ്റ്റേജ് കെട്ടിയിട്ടാണ് ഈ തോന്നിയാസികൾ ഈ തോന്നിയാസം വിളിച്ചു പറയുന്നത്. എന്ത് ന്യായമുള്ളത് ഇതിനൊക്കെ? ഇത് ദുരന്താണ്. അതേസമയം വളരെ ഗൗരവമായ കാര്യം, അറിയില്ലെങ്കിൽ പോട്ടെ, ഞാൻ പറഞ്ഞു. കിതാബ് തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം ലീഗ് നമ്മളെ പാർട്ടിയാണ് ലീഗ്. നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി, ലീഗിൻ്റെ ഒക്കെ യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കവിതയാക്കിയവൻ പഠിപ്പിക്കുക പറഞ്ഞാൽ പിന്നെ നമ്മളെ വല്ലിന് പറ്റുമോ? എന്താ അവിചാരിതമായി അങ്ങനെ നുഴഞ്ഞു കയറി ഒരുത്തം പഠിപ്പിക്കുകയാണെങ്കിൽ തിരിച്ചറിഞ്ഞാൽ ഇതിവിടെ നടക്കൂലല്ലോ എന്നല്ലേ നമ്മൾ പറയേണ്ടത്. ഇത് മാത്രമല്ല, അയാളുടെ തൻവീറുൽ ഐനൈനി എന്ന കിതാബ് സമസ്ത പരിശോധിക്കട്ടെ. അയാളെ കിതാബുകളെല്ലാം ബഹുമാനപ്പെട്ട സമസ്ത പരിശോധിക്കട്ടെ. വഹാബിസത്തിന്റെ തികഞ്ഞ വഹാബിസമാണ് തൻവീറുൽ ഐനൈനി. ആ തൻവീറുൽ ഐനൈനി ജലാലൈനിക്ക് അദ്ദേഹം എഴുതിയൊക്കെ വ്യാഖ്യാനാണ്. തന്നി പക്ക വഹാബിസം. ഇവിടെ ഉണ്ട് കിതാബ്. ഞാനത് പറഞ്ഞിട്ട് കാര്യമല്ല. വിളമ്പിന് തന്നെ തീരുമാനം ഉണ്ടായില്ല. പിന്നെ എന്താ പറയാത്തത്? വിളമ്പിന് തന്നെ തീരുമാനം ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ എന്തിനാ ഫിത്തന നടക്കണം? ഞാൻ മിണ്ടാട്ടം നിർത്തിയത് എന്തുകൊണ്ട് മിണ്ടിയിട്ട് കാര്യമില്ല. പിന്നെ എന്നെ കുറ്റം പറയാം എനിക്ക് വിഷയമല്ല. അത് പരലോകത്തേക്കുള്ള സ്വത്താണ്. എന്നെ ആക്ഷേപിച്ചപ്പോൾ കുറേ ആളുകൾ എൻ്റെ പിന്നാലെ കൂടി നിങ്ങൾ മറുപടി അറിയണം. നിങ്ങളാ വിചാരിച്ച ആൾ ഞാനല്ല. ഓൽക്ക് ലക്ഷ്യം പോത്തിനെ കൊണ്ട് വായട്ടിക്കലാണ്. അതിനെന്നെ പറ്റൂല. ഞാൻ കുറച്ച് അന്തമുള്ള ഒരു തന്തൻ്റെ മാനാണ്. അതിന് നിങ്ങൾ വേറെ ആളൊക്കെ. ഞാൻ ഈ കലഹത്തിലൊന്നുമില്ല. ഞാൻ ആരോഗ്യകരമായ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. എപ്പോഴും പറയാണ്. അത് സമസ്തയുടെ സ്റ്റേജ് കയറി ജഹലി വിളിച്ച് പറഞ്ഞാലും ഞാൻ പറയും. തനി ജഹലുകൾ വിളിച്ച് പറഞ്ഞാലും ഞാൻ പറയും. എനിക്ക് ലാഭപ്രതീക്ഷയില്ല, നഷ്ടത്തിന് പേടിയില്ല. ഞാൻ ഇവരൊക്കെ താഴെയുള്ള ഒരു സാധുവായ മനുഷ്യനാണ്. ഈ മാന്മാരൊക്കെ കീഴിലുള്ള ഒരാളാണ്. ഞാനല്ലല്ലോ ഇവിടുത്തെ നേതാവ്. ഇവിടെ നേതാവ് ജിഫ്രി തങ്ങളും സാദിഖ് തങ്ങളും ഓരല്ലേ ഞാൻ അനുസരിക്കേണ്ടത്. വാക്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അബദ്ധങ്ങളൊക്കെ വരും. അതൊന്നും അനുസരണമില്ലായ്മല്ല. ചില കാര്യങ്ങൾ പറയുമ്പോൾ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ചിലപ്പോൾ പറഞ്ഞേക്കാം. അത്രയേ ഉള്ളൂ. അതൊക്കെ നമ്മൾക്ക് വാക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. അതിനൊക്കെ പലപ്പോഴും മാപ്പ് പറയും. ഇനിയിപ്പോൾ ആയിരക്കണക്കിന് മാപ്പ് പറയാൻ ഇനി ബാക്കി കിടക്കുകയാണ്. അന്ന് എനിക്ക് വിഷയമുള്ള കാര്യമല്ല. മനുഷ്യന്മാരെ അബദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുമല്ലോ. പക്ഷെ പറഞ്ഞത് സത്യമാണ്. വാക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് കുറയും ചെയ്യും. പറഞ്ഞ ആശയം സത്യമാണ്, 100 വട്ടം സത്യമാണ്.
ഒരു സൊസൈറ്റി അധപ്പതിക്കുമ്പോൾ പിന്നെ ജീനിയസുകൾക്ക്, ഞാൻ ജീനിയസ് ആണെന്ന് വായനല്ല, ഞാൻ എന്തെസ്സാന്നും എനിക്കറിയില്ല, ഇതൊരു ഭാഗ്യക്കേടാണ്. ജനങ്ങളൊക്കെ എന്നെ ചീത്ത പറയാനുള്ള ഒരു അവസരം പഠിച്ചു, ഇത് തോഫീക്ക് കിട്ടിയതാണ്. ഞങ്ങളൊക്കെ ചീത്തറിയാണ്, എല്ലാവരും ചീത്തറിയാണ്. അയാൾ കാര്യമാണ്, ആൾ മറ്റതാണ്, മറിച്ചതാണ്. നമ്മക്കറിയാം, നമ്മൾ പറയണ്ടേ റബ്ബിൻ്റെ തോഫീക്കല്ല. ഞാനീ പറഞ്ഞതിന് എന്താണ് നിങ്ങൾ ഇക്കാലം വരെ എതിര് പറഞ്ഞത്? അല്ല നിങ്ങൾ പൊളിച്ച് കിതാബ് തൗഹീദ് കവിതയാക്കിയ ആളെ ഒരു ന്യായീകരണം ഇതിനില്ല. അത് പട്ടിക്കാട് ജാമ്യയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അയാളെ മറ്റ് കിതാബുകൾ മുഴുവൻ വഹാബിസാണ്, അയാൾ പക്ക വഹാബിയുമാണ്. അയാൾ അങ്ങനെയാണ്, ആബിദാണ്. ആബിദോ കൂബിദോ എന്തായിക്കോട്ടെ, അതൊന്നും എൻ്റെ വിഷയമല്ലല്ലോ. അയാൾക്ക് സ്വർഗം കിട്ടുമെന്ന് അതൊന്നും എൻ്റെ വിഷയമല്ല. എൻ്റെ വിഷയം അയാൾ സുന്നിയല്ല എന്നുള്ളതാണ്. ലോകത്തെ ഏറ്റവും വിവാദത്തിലത്തെ എത്ര മുത്തതികളുണ്ട്, അയാൾ മുത്തതിയാണ്. കാരണം അയാളെ ഒരു മനുഷ്യ മാത്രമല്ല, കിതാബിൻ്റെ അവസാന ഭാഗത്ത് അയാൾ അള്ളാഹിനോട് യാചിക്കൽ ദുആ ചെയ്യുന്നുണ്ട്, റബ്ബേ സ്വീകരിക്കണേ. എന്ത് സ്വീകരിക്കണേ? കിതാബ് തൗഹീദിനൊക്കെ. ഏതാ കിതാബ് തൗഹീദ്? ലോകത്തെ മുസ്ലിം ജനകോടികളെ കാഫിറാക്കിയ കിതാബാണ് ഏത്? കിതാബ് തൗഹീദ്. ISIS ലോകരാജ്യങ്ങൾ എവിടെയൊക്കെ പിടിച്ചടക്കിയിട്ടുണ്ടോ ആ നാടുകളിലെല്ലാം ISIS വിതരണം ചെയ്ത ISISന്റെ മാനിഫെസ്റ്റോ ആണ് ഇത്, കിതാബ് തൗഹീദ്. അത് കവിതയാക്കിയ ആൾ സമസ്തയുടെ സ്ഥാനത്ത് പഠിപ്പിക്കാന്നാണ്. സമസ്തക്ക് പോലും പിന്നീട് ദോഷം ഉണ്ടാക്കും, അത് പിന്നീട് ദോഷം ഉണ്ടാക്കും. ആ ദോഷം എന്തൊക്കെയെന്ന് ഞാൻ ഇപ്പം പറയേണ്ടതില്ല. നിയമപരമായ പ്രശ്നങ്ങൾ വരെ ഉണ്ടാവും. കാരണം ലോകത്തെ എല്ലാ രാജ്യങ്ങളും, ഏകദേശം മുസ്ലിങ്ങളുള്ള രാജ്യങ്ങളിലെല്ലാം നിരോധിച്ച പുസ്തകമാണിത്, കിതാബ് തൗഹീദ്. എവിടെയാണ് നിരോധിക്കാത്തത്? റഷ്യ നിരോധിച്ചു. എവിടെ നിരോധിക്കാത്തത്? എവിടെയും കിതാബ് തൗഹീദ് പാടില്ല. കാരണം മനുഷ്യർക്കിടയിൽ കലഹങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കുന്ന കച്ചറകളുടെ കുഴപ്പത്തിൻ്റെ അടിസ്ഥാനമാണ് ഈ ഗ്രന്ഥം. ഈ ഗ്രന്ഥമാണ് കവിതാക്കിയത്. എന്നിട്ട് അള്ളാഹിനോട് ഇത് സ്വീകരിക്കണം എന്ന് വയർക്കുക. ഇനി അതിനൊരു ന്യായീകരണമല്ലല്ലോ. എന്ത് ന്യായീകരണമുള്ളത്? ബാക്കിയുള്ള കിതാബ് ഒക്കെ സമസ്തന്ന് പരിശോധിക്കട്ടെ, ബഹുമാനപ്പെട്ട സമസ്ത ഒന്ന് പരിശോധിക്കട്ടെ. അത് സ്റ്റേജിൽ കയറി പറഞ്ഞാൽ പോരല്ലേ? സ്റ്റേജിൽ കയറി പറഞ്ഞത് ഞാനാണ്. അല്ലെ, നമ്മൾ ഒരുത്തൻ കൊല്ലുന്ന കണ്ടു, ഒരുത്തനെ കൊല്ലണത് നമ്മൾ കണ്ടു. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഇനി കേസ് കൊടുക്കണം. കേസ് കൊടുത്തു, തെളിവ് കൊടുത്തു. എന്നിട്ട് നമ്മൾ കണ്ട സ്റ്റേജുകളിലൊക്കെ നമ്മൾ കയറി എന്ത് പറഞ്ഞു? എല്ലായിടത്തും നമ്മൾ എന്ത് ചെയ്തു? സമരപ്പന്തൽ ഉണ്ടാക്കി. സമരപ്പന്തലിൽ കയറി നമ്മൾ എന്ത് പറഞ്ഞു? തൂക്കിക്കൊല്ലണം, ഇയാളെ തൂക്കിക്കൊല്ലണം, അതിന് തെളിവുണ്ട്, ഇതാണ് തെളിവ് എത്തുന്നത്. ജഡ്ജി അതെന്നെ പറയുകയാണെങ്കിൽ അതിനെന്ത് വായനയുള്ളത്? ജഡ്ജി എന്ത് പറഞ്ഞു? തൂക്കിക്കൊല്ലണം, അതിൻ്റെ വായനയുള്ളത്. ജഡ്ജി സ്ഥാനത്തിരുന്ന് തൂക്കിക്കൊല്ലാൻ തീരുമാനം ഉണ്ടാക്കല്ലേന്ന്. സമരപ്പന്തൽ വന്നിട്ട് ജഡ്ജിയും പറയണം എന്ത്? ഇയാൾ തൂക്കിക്കൊല്ലണം, നടപടി എടുക്കുക, എന്ത് വായനയുള്ളത്? അതിനെന്ത് വായനയുള്ളത്? ജഡ്ജി ഇത് പറയേണ്ട ആവശ്യമില്ല. ജഡ്ജി അയാളെ പുറത്തൊക്കെ വേണ്ടത്, ജഡ്ജി തീരുമാനം എടുക്കാൻ വേണ്ടത്. ജഡ്ജി തീരുമാനമെടുക്കാൻ ജഡ്ജിക്ക് കഴിയുന്നില്ലെങ്കിൽ ജഡ്ജ്മെന്റ് ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്നതിനർത്ഥം. നിങ്ങൾക്ക് ആർക്കാണ് എതിരാകുന്നത് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കാണ് എതിരാകാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ല, ഞാൻ നേര് പറഞ്ഞാണ്. റഹ്മത്തുള്ളാഹിനെ പോലത്തെ ലോക്കലാണ് എന്ത് പറയേണ്ടത്? വിഷയങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, തീരുമാനം ഇങ്ങനെ ഉണ്ടാക്കി തരണം. എന്നിട്ട് നമ്മൾ പറഞ്ഞു, 2-3 വട്ടം പറഞ്ഞു, ഇതാണ് സമരപ്പന്തൽ. ഇതുപോലത്തെ ഒരു സമരപ്പന്തൽ വെച്ച് കിട്ടിയാണ് ജഡ്ജി പറഞ്ഞു എന്ത്? ഇത് അംഗീകരിക്കാൻ പറ്റില്ല, അത് തൂക്കിക്കൊല്ലേണ്ടതാണ്. എന്ത് വേണേയുള്ളത്? ജഡ്ജി സമരപ്പന്തലാണ് തൂക്കിക്കൊല്ലുന്നല്ല അറിയേണ്ടത്. ജഡ്ജി തൂക്കിക്കൊല്ലാൻ പോലീസിന് നിയമനം ഏൽപ്പിക്കാറുണ്ട്. അതിന് ജഡ്ജിക്ക് കഴിയുന്നില്ലെങ്കിൽ ജഡ്ജ്മെന്റ് ഹൈജാക്ക് ചെയ്യപ്പെട്ട ജഡ്ജിയാണ് എന്ന് മനസ്സിലാക്കാൻ അത്യാവശ്യം അന്നം തന്നാൽ മതിയാവും. ഇതാണ് വിഷയം. പിന്നെന്താ പറയാ? ഞാൻ പറയണില്ല. നിങ്ങളെ തമ്മിൽ തെറ്റിക്കേണ്ട ലക്ഷ്യം എനിക്ക് ഇല്ല. പുതിയ എന്താ വിളമ്പാത്ത്? പഴയതന്നെ തിന്നിട്ടില്ല. രാവിലത്തെ പുട്ടും കടലും തിന്നാതെ ഉച്ചക്ക് എന്താ അമ്മാന്ന് ചോദിച്ചാൽ ഉച്ചക്ക് തുടക്ക് ജിദ്ദ് മുണങ്ങ്, അങ്ങനെയല്ലേ പറയാ? നമ്മൾ എടുക്കണ പണി എടുക്കണം. ഞാൻ എടുക്കണ പണി അതാണ്. ഞാൻ ജഡ്ജിയല്ല, ഒന്നുമല്ല. എനിക്കിത് പറഞ്ഞു കഴിഞ്ഞു. അത് അല്ല, എല്ലാവരും ഏറ്റു പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് എല്ലാ വിഭാഗവും ഒരുപോലെ എതിർത്തൊരു സംഭവം വേറെ ലോകം ഉണ്ടായിട്ടില്ല. അത് റബ്ബിൻ്റെ സഹായത്താൽ ഞാൻ വിളിച്ചത് കൊണ്ടുവന്നാണ്. എൻ്റെ വലുപ്പത്തിലല്ല, അള്ളാഹുവിൻ്റെ തൗഫീക്ക്. നമ്മളങ്ങനെ പഠിക്കുമല്ലോ പല വിഷയം. അപ്പോൾ ഈ ഗൗരവം പഠിച്ചു. ഇത് ഗൗരവമാണ്, ഇതിനേക്കാൾ വലിയ ഗൗരവം അടുത്ത കാലത്തില്ല.
100 കൊല്ലത്തിനുള്ളിൽ സമസ്തയിൽ വന്നിട്ടുള്ള അഭിമുഖീകരിച്ച പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രശ്നം ഈ ഒരു പ്രശ്നം. കാരണം ഇത്ര നമ്മളെ ഉള്ളിലേക്ക് ഒരു ചാരൻ കയറിയ ഒരു സംഭവം ഇല്ല. പട്ടിക്കാട് ജാമിഅ നൂരിയ പോലത്തെ ബഹുമാനപ്പെട്ട ഒരു സ്ഥാപനത്തിൻ്റെ ഗേറ്റ് കീപ്പർ ആക്കാൻ പോലും അങ്ങനത്തെ ഒരാളെ പറ്റൂല. കാരണം അയാളിൽ നിന്ന് അതിൻ്റെ വാസന കിട്ടും കുട്ടിയൊക്കെ. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കുട്ടിയൊക്കെ വാസന കിട്ടും, ഒരു നാശവും. ഇത് ISIS മാനിഫെസ്റ്റോ ആണ്. ഞാൻ എന്താ വേണ്ടത്? ഇതൊക്കെ പറയുമ്പോൾ ഓനാരാത് പറയാൻ? ഞാൻ എൻ്റെ പേര് റഹ്മത്തുള്ള എന്നാണ് ഉസ്താദേ. ഞാൻ റഹ്മത്തുള്ള, ഞങ്ങളാരും അടിമയല്ല. നിങ്ങൾക്ക് ആളെ തെറ്റിയതാണ്. നിങ്ങൾ ഒരാളെ ആവശ്യമല്ല. നിങ്ങൾക്ക് ഒരാൾക്കും റേഷൻ കാർഡ് വിട്ടാനും വെട്ടാനും കഴിയൂല. ഞാൻ പറയുമ്പോൾ ഒക്കെ കാര്യം തന്നെ പറയാം. ഞാൻ എല്ലാവരും അനുസരിക്കാതെ ചെയ്യണം. പക്ഷേ ഇത് പറയാം ഓനാരാണ് ആജാതി ചോദ്യം ചോദിക്കരുത്. അങ്ങനെ ചോദിച്ചവരുണ്ട്, അങ്ങനെ ചോദിക്കരുത്. സമൂഹത്തിൽ കാണുന്ന ദുരന്തങ്ങൾ, സമൂഹം നശിച്ചു പോകുന്ന കാര്യങ്ങൾ നമ്മൾക്കത് വലിയ വിഷമം എന്തെന്നറിയും. നമുക്കൊക്കെ മക്കളുണ്ട്. ഈ മക്കൾ ഇവിടെ സുന്നികളായി ജീവിക്കണം. വിശ്വസിച്ച് പറഞ്ഞേക്കാൻ പറ്റിയ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടാവണം. അവിടുന്ന് സുന്നി പഠിക്കണം. നല്ല ബിരിയാണി, രാവും പകലും ബിരിയാണി കിട്ടുന്ന മുബ്തദീങ്ങളുടെ സ്ഥാപനം ഇവിടെ ഉണ്ട്. എന്നിട്ട് ഈ കുമ്പളങ്ങൾക്കും ചോറിനും നമ്മൾ കുട്ടികളെ അവിടെ പറഞ്ഞേക്കണം എന്തിനാ? നമ്മളെ സ്ഥാപനങ്ങൾ പറഞ്ഞേക്കണം എന്തിനാ? പറയാം അവരെന്തിനാ പറയാം? നിങ്ങളെ കുട്ടികൾക്ക് രാവും പകലും ബിരിയാണിയും മന്തിയും കൊടുക്കാൻ കഴിയുന്ന മുബ്തദീങ്ങളുടെ സ്ഥാപനമുണ്ട്. അവർക്ക് എല്ലാവിധ ബസ്സൂലിയും അവർക്ക് എന്താ പറയുക, മിനഹത്തു ദിറാസിയ, എന്തെങ്കിലും വലിയ സ്റ്റൈപ്പൻ്റ് ഒക്കെ കൊടുക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ ഈ മര്യാദ ഒപ്പിച്ച് വിടുന്നേ ഈ സാധുക്കളെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടാണത് നടത്തുന്നത്. എന്താ പറയുക, സൗദിയിൽ നിന്ന് വലിയ വലിയ പൈസ വന്നിട്ട് നടത്തുന്ന മുബ്തദീങ്ങളുടെ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. നിങ്ങളെ കുട്ടികളെ IAS ഒക്കെ പാസ്സാക്കിയിട്ട് തിരിച്ചെത്തിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ കേരളത്തിൽ മുബ്തദീങ്ങൾക്ക് ഉണ്ടായിരിക്കവേ നിങ്ങൾ ഈ കുമ്പളങ്ങക്കറിയും മോരുകറിയും കൂട്ടുന്ന സ്ഥാപനത്തിലേക്ക് ഞാനങ്ങനെ പഠിച്ച് കുമ്പളങ്ങക്കറി കറി എന്നറിയാൻ പറ്റൂല. അതുകൊണ്ട് ഒഴിച്ചാൽ വേഗം ഇവിടെ എന്ത് ചെയ്യണം, തടുക്കണം. കാരണം വെള്ളം ഇങ്ങനെ പോകും. വെള്ളവും കുമ്പളങ്ങി തമ്മിൽ ഒരു ബന്ധമല്ല. ഇങ്ങനെ പഠിച്ച് എന്നിട്ട് നമ്മളെ പാപ്പ അവിടുന്ന് എതിര് വരാൻ പറ്റില്ല. എന്താണ് തിന്നാൻ കിട്ടാത്ത പറയാൻ പാടില്ല, അടി കിട്ടിയേ പറയാൻ പാടില്ല, ദർസിലത്തെ ഭക്ഷണം ഇല്ല എന്ന് പറയാൻ പാടില്ല, ഉസ്താദിനെ തല്ലിട്ടി പറയാൻ പാടില്ല, അവിടെ എനിക്ക് ഭയങ്കര കഷ്ടപ്പാടാന്ന് പറയാൻ പാടില്ല, ഒന്നും പറയാൻ പാടില്ല. പറഞ്ഞാൽ അടിയപ്പോൾ കിട്ടും. അപ്പോൾ ആ പറഞ്ഞ ഞങ്ങളൊക്കെ ഇതിനേക്കാളും കഷ്ടപ്പെട്ട പഠിച്ചുണ്ടാക്കി. ഇത് അങ്ങനെ തന്നെയല്ലേ പറയാം. എന്നിട്ട് നമ്മൾ പറയും നമ്മളെ കുട്ടികൾ സുന്നിയാകാനല്ലേ? അത് പറയും. നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷയം എന്താണ്? നമ്മളെ കുട്ടികൾ ആരാകണം? സുന്നിയാകണം. ബാഫക്ക് തങ്ങളും പൂക്കോയത്തങ്ങളും ഷംസുല്ലമീൻ കണ്ണിയത്തും പോലത്തെ മഹാന്മാരെങ്ങനെ പോയോ ആ വഴിക്ക് പോകണം. അല്ലേ അതല്ലേ ആവശ്യം? അല്ല അതല്ലേ ആവശ്യം? അതിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ട അതൊക്കെ എത്തണ്ടേ? ഇതിനൊരു ഭംഗം വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വേദനകൾ പറയുന്നത്. അത് പറഞ്ഞാൽ പിന്നെ ഓനങ്ങോട്ട് സൈഡാക്കാൻ പറ്റുക നോക്കുകയാണ്. ഒരു മനുഷ്യനെ ചീത്ത പറയാൻ വേണ്ടിയിട്ടൊരു സമ്മേളനം ഉണ്ടാക്കുക. എന്താ അതിൻ്റെയൊക്കെ മയന? അതെനിക്ക് വിഷയമല്ല, എനിക്ക് ലാഭമാണ്. പക്ഷെ അവരൊക്കെ നമ്മളെ സഹപ്രവർത്തകരാണ്. അവരെത്ര അധപ്പതിച്ചെന്നറിയുമ്പോൾ നമുക്ക് വിഷമം തോന്നുകയാണ്. ഇജ് നല്ല കുപ്പായിട്ടാണ് പെർഫ്യൂം പറിച്ചിട്ട് കാര്യമല്ലല്ലോ. അതിൻ്റെ ഒപ്പം നടക്കണോന് കാഷ്ടം ഓൻ്റെ ശരീരത്തിലുണ്ടെങ്കിലും എനിക്കൊരു മാനക്കടല്ലേ? എനിക്കെന്നെ ആക്ഷേപിച്ചാൽ മറുപടി ഒരിക്കലും ഇന്ന് വരെ എന്നെ ആക്ഷേപിച്ച ഒരു എഴുത്തിനോ ഒരു രേഖക്കോ, എന്നെ ആക്ഷേപിച്ച ഒരു എഴുത്തിനോ രേഖക്കോ പ്രസംഗത്തിനോ ഈ 25 കൊല്ലത്തിന് ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ഞാൻ ആരാന്ന് നിങ്ങൾക്കറിയാം. എന്നെ രാവും പകലും കേൾക്കണവർക്കും എൻ്റെ കൂടെ നടക്കണവർക്കും ഈ ആളുകളൊക്കെ എൻ്റെ ഒപ്പം നടക്കണവരാ. എൻ്റെ ഒപ്പം നടക്കണം 100 കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട്. അവരെൻ്റെ ഒപ്പം നടക്കണവരാ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എന്നെ കാണുന്നവരാ. അവർക്ക് ഞാൻ ആരാണ്, എൻ്റെ വിഷയം എന്താണ്, എൻ്റെ സിസ്റ്റം എന്താണ്, എൻ്റെ രീതി എന്താണ് എല്ലാം അറിയും. പച്ച മലയാളം പോലും അറിയും. പിന്നെ ഞാൻ സ്റ്റേജ് മക്കാർ പറയണം, അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഞാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇത് ചെയ്യാണ് അങ്ങനെയും പറഞ്ഞു. അന്നും മറുപടിയില്ല. അതൊക്കെ അള്ളാൻ്റെ കോടതിയിൽ കൊടുക്കുന്ന സംഭവമാണ്. ഇതൊന്നും വിഷയമില്ല, ഒന്നും വിഷയമുള്ള കാര്യമല്ല. ഞാൻ എന്നെപ്പറ്റി പറഞ്ഞു ഒന്നിനും മറുപടിയില്ല, ഒന്നും വിഷയമില്ല, ഒന്നും മറുപടിയില്ല. അത് മറുപടി അറിയിക്കുന്നില്ല. പിന്നെന്താ പറയാത്തത്? ഇനി എന്താ ബാക്കിയുള്ളത് പറയാത്തത്? ബാക്കിയില്ല. ഉള്ളൊരു തീരുമാനം ഉണ്ടായാലേ മറ്റേതിന് പറയാൻ പറ്റുള്ളൂ. ഇതെന്താ സംഭവം? അതപ്പതിക്കാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ ഗൗരവമായി ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൻ്റെ പൊരുത്തത്തിൽ നമ്മളെയൊക്കെ ആക്കി തരട്ടെ. ഉണർന്നിരുന്നിട്ടില്ലെങ്കിൽ മലയാളക്കരയിൽ നിങ്ങൾ എന്തൊക്കെ
വാർഷികം നടത്തിയിട്ടും കാര്യമല്ല. മലയാളത്തിൽ സുന്നി തകർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങളെ പരിഹരിക്കണം, സുന്നിയത്തിനെ ഉറപ്പിക്കണം. അസുന്നികൾക്ക് സുന്നികൾക്കിടയിൽ മേയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. 100ാം വാർഷികം നടത്തിയിട്ടില്ലെങ്കിൽ നമുക്കൊരു നഷ്ടം വരാൻ പോണില്ല, ഒന്നും വരില്ല. അതേസമയത്ത് ഈ സാധനങ്ങൾ നമ്മളുടെ ഇടയിൽ മേഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സാധനങ്ങളെ നമ്മൾ തിരിച്ചറിയുകയും നമ്മളെ കുട്ടികളെ നമ്മളെ കുട്ടികളായി നിർത്തുകയും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വലിയ ദുരന്തം എന്താണ്? ഈ അഖീദയും ഈ മസ്ലക്കും ഈ മൻഹജും ഇവിടെ അത് നഷ്ടപ്പെടും. പിന്നെ അടുത്ത തലമുറയിലെ കുട്ടിയൊക്കെ മര്യാദയ്ക്കൂടെ ജീവിക്കാൻ കഴിയില്ല, ഒരു സുന്നിയെ ജീവിക്കാൻ കഴിയില്ല. ഇതിനേക്കാളൊക്കെ ദീനും സുന്നിയൊക്കെ ഉള്ള നാടുകളുണ്ടായിരുന്നു. ആ നാടുകൾ അത് പിടിച്ചില്ലേ? ലോകത്തെ ഏറ്റവും കൂടുതൽ സുന്നി നടന്നൊരു നാടല്ലേ സ്പെയിന്? ദീനും സുന്നിയൊക്കെ ലോകത്തെ ഏറ്റവും നടന്നൊരു നാടാണ് സ്പെയിൻ. എന്താ അവസ്ഥ? തകർന്നുപോയി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ വളരെ